ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം മക്കറോണിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്ക് വേണ്ടി അടുപ്പ് കൂട്ടാം. ചുടുകല്ല് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ 3 നിരകളായിട്ട് അടുക്കി നമുക്ക് അടുപ്പ് കൂട്ടാം. മക്കറോണി തയ്യാറാക്കുന്നതിലേക്കായി സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന നിറത്തിലുള്ള നല്ല പഴുത്ത തക്കാളി അതും കുറേ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മക്കറോണി തയ്യാറാക്കുന്നതിലേക്കായി വേണ്ടത്. ഇനി നമുക്ക് മക്കറോണി തയ്യാറാക്കുന്നതിലേക്കായിട്ട് പോവാം. ഈ സവാളയും തക്കാളിയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. മക്കറോണി തയ്യാറാക്കുന്നതിലേക്കായിട്ട് നമ്മൾ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിയാണ് നല്ല പഴുത്ത ചുവന്ന തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് മക്കറോണി തയ്യാറാക്കുന്നതിലേക്കായി നമുക്ക് വേണ്ടത്. നമ്മൾ ഉപ്പിട്ട വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഉപ്പ് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. അത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി മക്കറോണി തട്ടാം. നമ്മൾ മക്കറോണി മുഴുവനായും തട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്കത് അടച്ചു വെച്ച് കുറച്ചുകൂടി തിളപ്പിക്കാം. 20 മിനിറ്റ് നമുക്കിത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചേർത്ത മക്കറോണി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ പാകമൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ പാത്രം താഴെ ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഈ കൂട്ടുകളെല്ലാം ഒരുമിച്ച് വഴറ്റിയെടുക്കുന്നതിലേക്കായി ഉരുളി അടുപ്പിൽ വയ്ക്കാം. അതൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് മക്കറോണി ഊറ്റിയെടുക്കാം. അതിൽ നിന്ന് വെള്ളം വാർന്നു പോകുന്നതിലേക്കായി നമുക്ക് മക്കറോണി ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഊറ്റിയെടുത്ത മക്കറോണി ഇനി പച്ചവെള്ളത്തിൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം. എല്ലാം നമ്മൾ തട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ ഇളക്കി കഴുകിയെടുക്കാം. നമുക്ക് അരിപ്പ ഉപയോഗിച്ച് അതിൽ നിന്ന് കഴുകിയ മക്കറോണി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചെറിയ ഉരുളി വെച്ചത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ ആയിരുന്നാൽ നന്നായിരിക്കും. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ രുചി തരുന്നത്. ആ എണ്ണ ചെറുതായി ചൂടായി വരുന്നുണ്ട്. പാകം ചെയ്യുന്നതിലേക്ക് നമ്മൾ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായി തന്നെ ഒരു രുചി ഉണ്ടാകും. തികച്ചും വ്യത്യസ്തമായി നാടൻ രീതിയിലാണ് നമ്മൾ ഈ മക്കറോണി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള നമുക്ക് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കാം. പച്ചമുളക് അരിഞ്ഞതുകൂടി അതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അതിലേക്ക് വേണം, അത് നമുക്ക് കൊടുക്കാം. കറിവേപ്പില. സവാള നമുക്ക് വേഗം വഴറ്റിയെടുക്കുന്നതിലേക്കായി ചെറുതായിട്ട് നമുക്ക് ഉപ്പ് അതിലേക്ക് തൂവി കൊടുക്കാം. അപ്പം നമുക്ക് വേഗം സവാള വഴറ്റിയെടുക്കാൻ കഴിയും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പകുതിയോളം വഴറ്റിയെടുത്തിട്ടുണ്ട് സവാള. അതിലേക്ക് നമുക്കിനി ക്യാരറ്റ് ചേർക്കാം. കുറേശ്ശെ സാവകാശം നമുക്ക് തട്ടി കൊടുക്കാം. ക്യാരറ്റ് സാധാരണ വെള്ളത്തിൽ വേവിച്ചിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ നേരിട്ട് എണ്ണയിലേക്ക്
സവാളയിലേക്ക് നമ്മളിത് പകർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അല്പനേരം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട കഴുകി തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചേരുവകളുടെ കൂട്ടത്തിൽ മുട്ടയുടെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. അതിലേക്ക് നമ്മൾ 10 മുട്ട എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമുക്കിനി ആ പാത്രം തുറന്ന് നോക്കാം. കറിവേപ്പിലയും ക്യാരറ്റും സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ മണവും വരുന്നുണ്ട്. നമ്മളിതിൽ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൂർണ്ണമായും നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം രുചിയുണ്ടാവും. എല്ലാവർക്കും വീട്ടിലിത് തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. രാത്രി ഭക്ഷണമായിട്ടോ രാവിലത്തെ ഭക്ഷണമായിട്ടോ നമുക്കിത് കഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിനോടൊപ്പം ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകപ്പൊടി അതുകൂടി ചേർക്കാം. ഈ പൊടികളെല്ലാം തന്നെ നാടൻ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച തക്കാളി ഇതിലേക്ക് ചേർക്കാം. കുറേശ്ശെ സാവകാശം തക്കാളി ചേർത്തതിന് ശേഷം പിന്നെയും നമുക്ക് കുറച്ചുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചേർത്തതെല്ലാം നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ അത് കുറച്ച് മൂത്ത് വരണം. മക്രോണി ചേർക്കുന്നതിന് മുമ്പായിട്ടുള്ള കൂട്ടുകളൊക്കെ നമ്മൾ തയ്യാറായി വരുന്നുണ്ട്. കുറച്ച് നേരം നമുക്കിതിനി അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് മുട്ടയാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കഴുകി വെച്ച മുട്ട ഓരോന്നായി പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ ഏതാണ്ട് 10 മുട്ടയോളം ഇതിനു വേണ്ടി കരുതിയിട്ടുണ്ട്. മുട്ട നമ്മൾ ഇതിനോട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കാം. ഇതിലേക്കാണ് നമ്മൾ മക്രോണി വേവിച്ചത് ചേർക്കുന്നത്. ഇനി നമുക്ക് മക്രോണി ചേർക്കാം. മക്രോണി കുറേശ്ശെ നമുക്കതിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ കൂട്ടുമായിട്ട് നമുക്കിത് മക്രോണി യോജിപ്പിക്കാം. നന്നായിട്ട് അതിന് വേണ്ടി ഇളക്കി കൊടുക്കാം. ഇതിലെ കൂട്ടുകളെല്ലാം തമ്മിൽ യോജിപ്പിച്ചതിലേക്കാണ് നമ്മൾ മക്രോണി ചേർത്തിട്ടുള്ളത്. ഇനി മല്ലിയില നമ്മൾ കരുതിയത് ഇതിലേക്ക് ചേർക്കാം. അതിന് മുമ്പായി കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ കറി മസാല നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കാവുന്നതാണ്. പട്ട, ഗ്രാമ്പ്, തക്കോലം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടിച്ച് എടുത്ത് നല്ലൊരു മസാലക്കൂട്ട് നമുക്കുണ്ടാക്കാം. അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിയില അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വിതറാം. മല്ലിയില വിതറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. മക്രോണി വെന്തതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ വേവിച്ചെടുത്ത മക്രോണിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇളം തീയിൽ നമുക്ക് കുറേശ്ശെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നാടൻ കൂട്ടുകൾ ഉപയോഗിച്ചാൽ ഇതിൻ്റെ രുചി കുറച്ചുകൂടി വർദ്ധിക്കും. നമ്മൾ ഇതിലേക്കായിട്ട് അങ്ങനെയുള്ള കൂട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിപ്പൊടിയായിരുന്നാലും കുരുമുളക് പൊടിയായിരുന്നാലും കുരുമുളക് വാങ്ങി നമ്മൾ തന്നെ സ്വന്തമായി പൊടിച്ചെടുത്ത കൂട്ടുകളാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രുചികരമായ ഒരു വിഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ
ഒരു പുതിയ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.